പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഫെബ്രുവരി മാസം 13-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് ഉറച്ചു നിൽക്കുന്നവന് വേണ്ടി വഴി തുറക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം, ഒരു മനുഷ്യൻ ഉറച്ചു നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്, ഒന്ന്, അവൻ്റെ വാക്കിനകത്താണ്. രണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവൻ്റെ പ്രവൃത്തിയിലേക്കാണ്. ചിലവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ആ വ്യക്തിക്ക് എത്രമാത്രം ഉറപ്പുണ്ട്, താൻ പരാജിതനാണോ, താനിതാ ജയത്തിലേക്ക് നടക്കുകയാണോ എന്നൊക്കെ ഉള്ളത് അവരുടെ വാക്കിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലവരെ പ്രവൃത്തികൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും അവർ അത്ഭുതത്തിലേക്കാണ് കാൽവയ്ക്കുന്നത് എന്നുള്ളത്. ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാം, ഇതാ മോശ 30 ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനത്തിൻ്റെ മുമ്പിൽ അവരുടെ ഭാരവും അവരുടെ ഭയവും അവരുടെ പിറുപിറുപ്പിൻ്റെ നടുവിൽ മോശ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ്റെ വാക്കിനകത്ത് തൻ്റെ ഉറപ്പിനെ കാണിക്കുകയാണ്. മോശ പറയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രയീമ്യനെ നിങ്ങൾ ഇനി കാണത്തില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഭയപ്പെടാതെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ അതിശയിപ്പിക്കുന്നവരായിത്തീരണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികളെ വെളിപ്പെടുത്തണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ വാക്കിനകത്ത് നിങ്ങൾ വെളിപ്പെടുത്തുന്നവരായിത്തീരണം. ഒന്നുകൂടെ ആഴം നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വെളിപ്പെടുത്തട്ടെ. അബ്രഹാമും മകനും മോരിയ മലയുടെ മുകളിലേക്ക് യാഗത്തിന് പോവുകയാണ്. അബ്രഹാം തൻ്റെ മകൻ്റെ ചോദ്യത്തിന് മറുപടി പറയാണ്, യഹോവ കരുതിക്കൊള്ളും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളും ഇല്ലായ്മകളുടെ നടുവിൽ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്ന അനുഭവത്തിനകത്തും ദൈവം കരുതുന്നവനാണെന്ന് നിങ്ങളുടെ വാക്കിനകത്ത് നിങ്ങളുടെ പ്രവൃത്തിക്കകത്ത് നിങ്ങൾ വെളിപ്പെടുത്തുന്നവരായി തീരണം. ഒന്നുകൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ യോശുവയുടെ വാക്കിനകത്ത് വെളിപ്പെടുന്ന അധികാരം നമുക്ക് കാണാൻ പറ്റും. നിങ്ങളും ഇതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അധികാരം വെളിപ്പെടുത്തുന്നവരായി തീരണം. ഒരുമിച്ച് ചേർത്തോട് വാക്യത്തിനകത്തേക്ക് കടന്നു വരാം. 12-ാമത്തെ വാക്യം. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. 13-ാമത്തെ വാക്യം. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂഷന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. 14-ാമത്തെ വാക്യം. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഈ വാക്യത്തിനകത്ത്
തൻ്റെ അഭിഷക്തൻ ഒരു ദിവസത്തേക്ക് സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇതേ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ മേളിലും സംഭവിക്കട്ടെ. നിങ്ങളും ദൈവത്തിൻ്റെ സാക്ഷികളായി തീരട്ടെ. അത്ഭുതകരമായ ദൈവപ്രവർത്തിക്കായി നമുക്ക് ഒരുമിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദാവീദ്, ഹല്ലേലൂയ, എല്ലാവരും ഓടി ഒളിക്കുന്ന സ്ഥലത്ത് തൻ്റെ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തൻ്റെ ധൈര്യത്തെ, തൻ്റെ ഉറപ്പിനെ വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. 46-ാമത്തെ വാക്യം. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഇന്ന് ഫെലിസ്ത്യരുടെ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനപ്രകാരം ദാവീദിനെ പോലെ ഉറപ്പുള്ളവരായിട്ട് ചിലതിനെ കീഴടക്കുവാൻ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് വെളിപ്പെട്ടെന്ന് പറയാൻ തക്കവണ്ണം നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഉറപ്പും ചലിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു കർത്താവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാറ്റിനോട് അടങ്ങുക എന്നും തിരമാലകളോട് ശാന്തമാകുക എന്നും പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിരോധമായി നിൽക്കുന്ന ചിലതിനെ ഇന്ന് ഉറപ്പോടെ കീഴടക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ ആത്മാവിൽ ചില കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇന്ന് ചിലവരെ കുടുംബത്തിൽ പച്ചവെള്ളം വീഞ്ഞാകും. ചിലവരെ ഒഴിഞ്ഞ പടകുകൾ ശൂന്യമായി എന്ന് പറയുന്നത് നിറയാൻ തുടങ്ങും. നമുക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാം, കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഇവർ ചിലതിനെ കീഴടക്കിയെന്നും ഇവർക്ക് ചിലത് അത്ഭുതകരമായി സാധിച്ചു എന്നും അല്ലെങ്കിൽ ഇവർ ചിലതിനെ അവകാശമാക്കിയെന്നും പറയുന്ന ദിവസമായി തീരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ നടന്നു എന്ന് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലിങ്കുകൾ ഒരാളിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കാണാൻ പോവുകയാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന കൊണ്ട് ബലപ്പെടുക. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി കാണും. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.